നമസ്കാരം. ആലങ്കോട് സ്കൂളിൽ നടക്കുന്ന അധ്യാപക സംഗമം പരിശീലൻ ക്ലാസ് മുറിയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശീലനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ടീം ടി അവതരിപ്പിക്കുന്ന സാക്ഷ്യം. ആലങ്കോട് സ്കൂളിൽ മലയാള വിഭാഗം അധ്യാപക സംഗമത്തിന്റെ പരിശീലന ക്ലാസ് മുറിയിൽ 4ാം ദിനം ആരംഭിച്ചത് മനോജ് സാറിന്റെ പ്രാർത്ഥനാഗാനത്തോടെയാണ്. അടുത്തതായി സ്ക്രീനിൽ ടീം മാതങ്കി അവതരിപ്പിച്ച സാക്ഷ്യം തെളിഞ്ഞു വന്നു. ഹൃദയസ്പർശിയായ ഒരു വായനാ അനുഭവം പകർന്നു നൽകാനെത്തിയ സുഗന്ധി ടീച്ചർ അഖിൽ പി ധർമ്മജൻ രചിച്ച റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതി പരിചയപ്പെടുത്തി. പിന്നാലെ സജിത ടീച്ചർ മഹാകവി കുമാരനാശാനെ കുറിച്ചുള്ള പ്രണാമം എന്ന കവിത ചൊല്ലി അവതരിപ്പിച്ചു. കേൾവിക്കാരുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിൽ തന്റെ അനുഭവം സജിത ടീച്ചർ പങ്കുവച്ചതോടെ അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർ നേരിടുന്ന അവഗണനയെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു. മനോജ് സാർ, സുജ ടീച്ചർ, ഷിംന ടീച്ചർ, സുൽജിത് സാർ എന്നിവർ അതിശക്തമായ രീതിയിൽ തങ്ങളുടെ പ്രതികരണം അറിയിച്ചു. അധ്യാപകർക്കിടയിൽ അത്തരം വേർതിരിവുകളൊന്നും തന്നെയില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി ദിനേശ് സാർ മുന്നോട്ട് വന്നു. തുടർന്ന് കൃഷ്ണപ്രിയ ടീച്ചർ തയ്യാറാക്കിയ ഹൈക്കു കവിതകളുടെ പതിപ്പ് പ്രകാശനം നടത്തുകയുണ്ടായി. പരിശീലനത്തിന്റെ അവസാന ദിനത്തിന്റെ ഡ്രസ് കോഡും ഭക്ഷണവും തീരുമാനിക്കാനുള്ള ചർച്ച ആരംഭിച്ചതോടെ ക്ലാസ് ഉണർന്നു. സജീവ പങ്കാളിത്തം. ക്ലാസിനെ ഒന്ന് ശാന്തരാക്കുവാൻ വേണ്ടി എന്ന പോലെ ഗുണ സിനിമയിലെ പാട്ട് മുഴങ്ങിക്കേട്ടു. പിന്നാലെ ജയശങ്കർ സാറിന്റെ ചോദ്യവും എത്തി. ഒരു സിനിമയെ വാണിജ്യപരമായി വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അനീഷ ടീച്ചർ, ദീപ ടീച്ചർ, മനോജ് സാർ, സാജൻ സാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കാലത്തിന്റെ പൾസ് അറിയുന്ന സിനിമകളാണ് വിജയം നേടുന്നതെന്ന സുൽജിത് സാറിന്റെ കാഴ്ചപ്പാട് സദസ് അംഗീകരിച്ചു. സിനിമ വിജയിപ്പിക്കുന്നതിൽ ആസൂത്രണത്തിനുള്ള പങ്കിനെക്കുറിച്ച് ജയശങ്കർ സാർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് പാഠാസൂത്രണത്തിലെത്താനുള്ള വഴിയായിരുന്നു ഗുണയും പാട്ടും മഞ്ഞുമ്മൽ ബോയ്സും ആടുജീവിതവുമെന്ന് ഏവർക്കും മനസ്സിലായത്. അവധിക്കാലത്തിന് മുൻപ് അടച്ചുവെച്ച പാഠാസൂത്രണത്തെക്കുറിച്ചുള്ള ഓർമ്മച്ചെപ്പ് തുറക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് ചായ വന്നെന്ന അറിയിപ്പ് കിട്ടി. എങ്കിൽ പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ടാവാം പാഠാസൂത്രണം എന്ന തീരുമാനത്തിൽ എല്ലാവരും താഴെയെത്തി. പൊതുനേതാവായ രാജു ടീച്ചർ ആരെയെങ്കിലും ട്രോളാൻ പറ്റിയ ഫോട്ടോയോ വീഡിയോയോ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഫോണുമായി ചുറ്റി നടന്നു. ചായയും വടയും പഴംപൊരിയും. പഴംപൊരി കിട്ടാത്ത ഹേമലത ടീച്ചറിന്റെ ദുഃഖം നിറഞ്ഞ മുഖം. വീണ്ടും ക്ലാസ് മുറിയിലേക്ക്. പാഠാസൂത്രണം തയ്യാറാക്കലുമായി ഗ്രൂപ്പുകൾ ചർച്ചയിലേക്ക്. ചർച്ചയ്ക്കൊടുവിൽ വ്യത്യസ്തവും നൂതനവുമായ പാഠാസൂത്രണവുമായി ടീം പ്രതിനിധികൾ അവതരണത്തിലേക്ക്. ഉച്ചഭക്ഷണത്തിനു വേണ്ടി പിരിയാമെന്ന് ആർപിമാർ പറഞ്ഞതും ഏതോ ചേട്ടൻ സവാളയും അരിഞ്ഞുവെച്ച് കാത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനോജ് സാർ ക്ലാസ്സിന് പുറത്തേക്ക് ഓടിയിറങ്ങി. ഒരു പ്ലേറ്റ് ബിരിയാണിയിൽ സാജൻ സാർ സന്തുഷ്ടനായി. ഭക്ഷണം പോലും ഉപേക്ഷിച്ച് പ്രാക്ടീസ് ചെയ്തവരുമുണ്ട്. ഉച്ചഭക്ഷണത്തിനു ശേഷം സർഗശക്തിയുടെ തെളിവുമായി ടീം പാഠങ്ങൾക്കപ്പുറം നാടൻ പാട്ട് അവതരിപ്പിച്ചു. ആവേശഭരിതയായി സുജ ടീച്ചർ പാട്ടിന്റെ അലയൊലികൾ അവസാനിക്കും മുൻപ് അധ്യാപക സഹായിയുടെ കരട് രൂപവുമായി ആർപിമാർ എത്തി. കൂടെ മഴയും. എങ്കിൽ പിന്നെ മഴ ആസ്വദിക്കാമെന്ന് ചിലർ കരുതി. മഴയുടെ സൗന്ദര്യം പകർത്തി സുജ ടീച്ചർ. 2 സെഷൻ കൂടി കഴിഞ്ഞേ വീട്ടിൽ പോകാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എല്ലാവരെയും ഊർജ്ജസ്വലരാക്കി. വളരെ വേഗത്തിൽ അധ്യാപക സഹായിയുടെ വിലയിരുത്തലും അവതരണവും നടന്നു. കലാകായിക വിദ്യാഭ്യാസത്തെ ഭാഷാ ക്ലാസുകളിൽ പ്രയോജനപ്പെടുത്താമെന്ന നിരീക്ഷണം അവതരിപ്പിച്ച ജയശങ്കർ സാർ അതിനുതകുന്ന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. വിലയിരുത്തൽ പ്രക്രിയയെക്കുറിച്ചുള്ള പുതിയ സമീപനം മനസ്സിലാക്കുന്നതിലേക്കായി ചർച്ചയോടെ 4ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. മിന്നും താരത്തെ കണ്ടെത്തിയ ടീം ഉണർവ് സജിത ടീച്ചറെ സമ്മാനം ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചു. നിറഞ്ഞ കയ്യടികൾക്കിടയിൽ പൊതുനേതാവായ രാജി ടീച്ചറുടെ കയ്യിൽ നിന്ന് സജിത ടീച്ചർ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങിയതോടെ 4ാം ദിവസത്തെ പരിശീലന പരിപാടി സമാപിച്ചു.